കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു സുശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ വിപ്ലവ പ്രസ്ഥാനമാണ്. ആ പാർട്ടി കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇനിയും കൂടുതൽ ജനവിശ്വാസം നേടിക്കൊണ്ട് പാർട്ടി ഇനിയും ശക്തിപ്പെടും. പാർട്ടി തളർന്നു പോകുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തെറ്റായ ധാരണകളും വിശ്വാസങ്ങളുമാണ് പലപ്പോഴും മാധ്യമരംഗത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കൂടുതൽ കരുത്തോടുകൂടി ശക്തിപ്പെട്ടു വരണമെന്നാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, CPIM. അതൊരു പച്ചത്തുരുത്താണ്. അത് ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ്. ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ബദൽ സംവിധാനം ഭരണനയം നടപ്പിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് ആ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെട്ടു വരും. നേതാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ പാർട്ടി? എന്നെ പരിഗണിക്കാതെ കൊണ്ടാണോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്? ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ 3 പ്രാവശ്യം MLA ആയില്ലേ, 1 പ്രാവശ്യം മന്ത്രിയായില്ലേ. എൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒരുപാട് യുവസഖാക്കൾ, വനിതാ സഖാക്കളൊക്കെ ഉണ്ട്. പുതിയവരെ വളർത്തിയെടുക്കണം, പുതിയ നേതൃരംഗം ഉയർന്നു വരണം, ഭരണരംഗത്ത് പ്രാപ്തിയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് എന്നെപ്പോലെയുള്ള ആളുകൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട്. ഞാൻ ആ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 3 തവണ MLA, 1 തവണ മന്ത്രിയും. സുധാകരൻ 5 തവണ MLA, 2 തവണ മന്ത്രിയും, പ്രിൻസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരിക്കും. അതൊക്കെ അനുഭവ സമ്പത്തുകളാണ്. മോഹം തീരാത്തതുകൊണ്ടായിരിക്കും. ഓരോ മനുഷ്യൻ്റെയും പ്രത്യേക പ്രശ്നങ്ങളും കാര്യങ്ങളുമാണത്. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. നിങ്ങൾ സുധാകരനോട് പോയി ചോദിക്കൂ. പാർട്ടി അവഗണിക്കുന്ന ഇപ്പോഴും പുള്ളി പറയാം, എത്രയും ചെയ്തു കൊടുത്തിട്ട് പാർട്ടി അവഗണിക്കുന്ന പറയാം. പാർട്ടി അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പാർട്ടി അവഗണിച്ചിട്ടുണ്ടോ സുധാകരൻ? ഞാനും അദ്ദേഹവും, ഞാൻ KSYFൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു ഉപഭാരവാഹിയായി പ്രവർത്തിച്ച ആളാണ്. ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പാർട്ടി രംഗത്തും ഭരണരംഗത്തും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് പല സഖാക്കളുമായിട്ട് വലിയ വ്യക്തിബന്ധങ്ങളും അതുപോലെയുള്ള അനുഭവങ്ങളും ഒക്കെ എനിക്കുമുണ്ട്. ആ അനുഭവങ്ങളെല്ലാം എൻ്റെ രാഷ്ട്രീയമായ കരുത്തിനെ വികസിപ്പിക്കാനും എൻ്റെ രാഷ്ട്രീയ നിഗമനങ്ങളെ ശക്തിപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അത് ഞാൻ നിർവഹിക്കുന്നു. അതൊന്നും ഏതെങ്കിലും തള്ളിപ്പറയുക എന്നുള്ളതല്ല CPM കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക. കാരണം ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. ഈ പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാകുന്നത് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണമാണ്. അത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിൻ്റെ മഹാദുരന്തമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഒരു യുദ്ധം എത്രമാത്രം ഭീകരമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ. ആ ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.